Thank you, Roshanka. Now, we have reached the very special moment in our Parish Day celebration, the inauguration ceremony. It is indeed an honor to have with us today His Excellency Marjos Kalivated, who has graciously joined us to mark this joyful occasion. We are deeply grateful for your presence, Bishop, which reflects your love and support for our parish community. I humbly now invite His Excellency to officially inaugurate today's celebrations and share a few words of wisdom and blessings with us. ഈശ്വരിയായി സ്തുതിയായിരിക്കട്ടെ. സ്നേഹബഹുമാനപ്പെട്ട വികാരിച്ച് എവർക്കും പ്രിയപ്പെട്ട ബെന്നിച്ച, പ്രിയപ്പെട്ട കൈക്കാരന്മാരെ, ജൂബിലിയൻസായ നെൽസൺ എബ്രഹാം ആൻഡ് ഡെൽബി ലില്ലി, ഓൾസോ ജെയിംസ് ജേക്കബ് ആൻഡ് ജോ മേബിൾ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, കണ്ടാലും ദൈവത്തിൻ്റെ സ്നേഹം എത്ര സുന്ദരമാണ്. എനിക്ക് ഇന്ന് ഇടവകയെ കാണുമ്പോൾ ഇതാണ് പറയാൻ തോന്നുന്നത്. ദൈവം എത്ര കരുതലോടെയാണ് ഈ ഇടവകയെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇടവക മധ്യസ്ഥയായ വിശുദ്ധ മദർ തെരേസ പ്രത്യേകമായ സ്വർഗീയ മധ്യസ്ഥതയിൽ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ പ്രാവശ്യം വരുമ്പോഴും ഇവിടെ വളർച്ചയാണ് ഞാൻ കൺകുളിർക്കെ കാണുന്നത്. ഇപ്പോൾ ഹോളിൽ കൂടുതൽ ആൾക്കാരില്ല എങ്കിൽ പോലും പാരിഷ് ഫെസ്റ്റ് എന്ന് നിങ്ങൾ ആഘോഷിക്കുമ്പോൾ, നാളെ നിങ്ങളുടെ പ്രിയപ്പെട്ട വികാരിച്ചിന് ജൂബിലി ആഘോഷിക്കുമ്പോൾ, രൂപതയുടെ പാസ്റ്റർ വിസിറ്റായിട്ട് ദിവസം കൊണ്ടാടുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഹൃദയം തന്നെ നന്ദിയുമായിട്ടാണ് ഞാൻ നിങ്ങളോടൊപ്പമായിരിക്കുന്നത്. അതിനേക്കാളേറെ നിങ്ങൾക്ക് ഏവർക്കും പ്രാർത്ഥനാപൂർവ്വമല്ല വിജയങ്ങൾ നേടുകയാണ്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ മീറ്റിംഗ് ജൂബിലിയൻസിനെ ആദരിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത്. നമ്മുടെ രണ്ട് ഫാമിലീസിൻ്റെ ജൂബിലിയാണ് നമ്മളിവിടെ ആഘോഷിക്കുന്നത്. ബഹുമാനപ്പെട്ട വികാരിച്ചൻ്റെ ജൂബിലി അതുക്കും മേലെ നാളെ ആഘോഷിക്കത്തിൽ വരികയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ രണ്ട് കുടുംബങ്ങളെ നന്നായിട്ട് അറിയാം. നെൽസനും ഡെൽബിയും തൻ്റെ പ്രിയപ്പെട്ട മക്കളെ എങ്ങനെയാണ് വളർത്തുന്നത് നമുക്കറിയാം. ഡോണയും ആന്റണിയും ഇന്ന് വളർന്നു വരുന്ന യുവജനങ്ങളുടെ ഇടയിൽ ഒരു മാതൃകയാണ് ഞാൻ പറയും. ഞാൻ കഴിഞ്ഞ ആഴ്ച അവരെ ഹാലിഫാക്സിൽ വെച്ച് കണ്ടിരുന്നു. മറ്റൊരു ഇടവകയിൽ ചെന്നിട്ട് അവർ എത്ര പെട്ടെന്നാണ് ഇടവകയിൽ ഇഴീച്ചു ചേർന്നു ഇടവകയിലെ യുവജന പ്രസ്ഥാനവും കാറ്റീസോട് മുന്നോട്ട് പോകുന്നതെന്ന് ഓർത്ത് കണ്ടപ്പോൾ പ്രിയപ്പെട്ട നെൽസൺ നന്ദി പറയുകയാണ്. മക്കളെ വളർത്തി എന്നത് എനിക്ക് അവിടെ ചെന്നപ്പോൾ അല്പം കൂടെ ബോധ്യമായി. ഒന്ന് കൈയടിച്ച് ഈ കുടുംബത്തെ മക്കൾ ആദരിക്കണം. കാരണം മക്കളിലൂടെയാണ് മാതാപിതാക്കൾ ആദരിക്കപ്പെടുന്നത്. മക്കൾ നന്നായാൽ മാതാപിതാക്കന്മാർക്ക് അതിനേക്കാൾ വലിയ സന്തോഷമില്ല. ഏറ്റവും വലിയ അവരുടെ സമ്പത്ത് എന്ന് പറയുന്നത് ദൈവങ്ങളുടെ മക്കളാണ്. മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്. അവരെ കൊണ്ട് അവതാരം നൽകുന്ന ഭാഗ്യവാന്മാരാണ്. പ്രിയപ്പെട്ട രണ്ടാമത്തെ കപ്പിൾസ് ജെയിംസ് ജേക്കബ് ആൻഡ് ജോ മേബിൾ. എനിക്ക് അവരെ കൂടുതൽ പരിചയമില്ല. ഇന്ന് രാവിലെയാണ് ഞാൻ ആദ്യമായിട്ട് അവരെ കാണുന്നത്. ഏതാനും മണിക്കൂറുകൾ അവർ നമ്മുടെ മിഷൻ സെന്ററിൽ ഉണ്ടായിരുന്നു. ഇന്ന് ഈ പ്രോഗ്രാമിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് അവർ അവിടെ കഠിനാധ്വാനം ചെയ്യുകയായിരുന്നു. ഈ പ്രോഗ്രാം കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ മാന്യമായിട്ട് റിഫ്രഷ്മെന്റ് നൽകാൻ വേണ്ടി അവർ കഠിനാധ്വാനം ചെയ്യുകയായിരുന്നു. അപ്പനും അമ്മയും ഇന്ന് രാത്രി 12 മണിയോടുകൂടി വന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ
എടുക്കാൻ പോയി. നേരം വെളുത്ത് 6:30 ഞാൻ വന്നപ്പോൾ അപ്പൻ്റെ അമ്മയുടെ കൂടെ കുഞ്ഞ് എന്നറിയപ്പെടുന്ന മോളുണ്ട്. പിന്നെ അന്വേഷിച്ച് 2 മക്കളുണ്ട്. ഒരാൾ നാട്ടിൽ വെറ്റിനറി ഡോക്ടറാകാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, മോന് താഴെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. എനിക്ക് വലിയ പരിചയമില്ല. ഇന്ന് മോൾക്ക് ഞാനിപ്പോൾ ഉദാഹരണം പറയുന്നത്, ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങളിവിടെ പോരുന്നത് തൊട്ട് മുമ്പാണ് അവരവിടെ നിന്ന് പോകുന്നത്. ഞങ്ങൾ ഉച്ച ഭക്ഷണം കഴിച്ച്, രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ഇവരപ്പോൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. ഉച്ചയ്ക്ക് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു, ഇവർ പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. ഭക്ഷണം കഴിഞ്ഞപ്പോൾ ഈ മോളാണ്, കൊച്ചു എന്ന് പറയുന്ന മോളാണ് ഞങ്ങൾക്ക് ഫ്രൂട്ട്സ് എല്ലാം കൊണ്ട് തന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചപ്പോൾ ഈ മോളെ വിളിച്ച്, മോളെ ഈ ഫ്രൂട്ട്സ് എങ്കിലും നീ കഴിക്കുക. അവൾ പറഞ്ഞൊരു വാചകമുണ്ട്, പിതാവേ പല്ല് തേച്ചില്ല, പല്ല് തേച്ചില്ല. 1 മണിയാകാൻ പോവാം. എന്താ ഒരു കാര്യം ചെയ്യും, നീ പല്ല് തേച്ചിട്ട് ഫ്രൂട്ട്സ് കൊണ്ട് പല്ല് തേക്കുന്നത് നല്ലതായിരിക്കും. തമാശ പറഞ്ഞു. അവർ ഡാഡിക്കും മമ്മിയും ഞങ്ങളും പല്ല് തേച്ചിട്ടില്ല. ഇവിടെ ഞാൻ പറഞ്ഞത് പല്ല് തേച്ചോ ഇല്ല എന്നുള്ളതൊന്നും അല്ല. ആ അപ്പൻ്റെ അമ്മയുടെയും കൂടി ഇക്കാലത്ത് ആ പ്രായത്തിലുള്ളൊരു മോള് അവളിപ്പോൾ യൂണിവേഴ്സിറ്റിയിലെ ഹൈ പ്രൊഫഷനിലേക്ക് വേണ്ടി ഉന്നമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ പപ്സ് ഉണ്ടാക്കാനും മറ്റേ പരിപ്പുകൾ ഉണ്ടാക്കാനും ഒക്കെ അവൾ നോക്കുന്നത്. നാട്ടിലെ നമ്മുടെ മക്കളുടെ അതേ സ്വഭാവം, അതേ രീതിയിലാണ് പരിശ്രമിക്കുന്നത്. രാത്രിയും പകലും വിശ്രമമില്ലാതെ അധ്വാനിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, യഥാ മാതാ തഥാ പുത്ര എന്ന് നമുക്കറിയാം. മാതാവ് എങ്ങനെയാണ് അവന് പുത്രൻ, പിതാവ് എങ്ങനെയാണ് പുത്രൻ. മാതാക്കന്മാര് 10 ഗുണം 10 ഗുണം. അതുകൊണ്ട് ഇതുപോലെ നല്ല മക്കളെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഇവരെ നമുക്ക് ആദരിക്കാം. ഈ കുടുംബത്തെ നമുക്കൊന്ന് കൈയടിക്കാം. പ്രിയപ്പെട്ടവരെ, ഇനി എല്ലാവർക്കും വേണ്ടി ഒരു കൊച്ചു കഥ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പ്രസിദ്ധനായ ആൽബർട്ട് ഐൻസ്റ്റീനെ നമുക്കൊക്കെ അറിയാം, അല്ലേ? നമ്മുടെ തൊട്ടടുത്ത അമേരിക്കക്കാരനാണ്. ഒത്തിരിയേറെ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ വ്യക്തിയാണ്. അദ്ദേഹം എങ്ങനെയാണ് ആ നിലയിലേക്ക് എത്തിയത്? നിങ്ങൾ അദ്ദേഹത്തെ ചരിത്രം കുറച്ചൊക്കെ അറിയാമായിരിക്കും. ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്യാം. എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഞാൻ പറയാം. ഈ ആൽബർട്ട് ഐൻസ്റ്റീൻ പ്രൈമറി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ടീച്ചർ അവനെ ഒരു കത്ത് കൊടുത്തു. പൊട്ടിച്ച ഒരു കവറിനകത്ത് പൊട്ടിച്ചാണ് അമ്മയ്ക്ക് കൊടുത്തത്. പ്ലീസ് ഹാൻഡ് ഓവർ ടു യുവർ മം. അമ്മ കത്ത് വായിച്ചു. വലിയ മുഖഭാവവും വ്യത്യാസമൊന്നും കാണിക്കാതെ അമ്മ മോനോട് പറഞ്ഞു, ഇറ്റ്സ് എ വണ്ടർഫുൾ ലെറ്റർ ഫ്രം യുവർ ടീച്ചർ. ഓക്കെ, യു മേ ഗോ ആൻഡ് പ്ലേ. മോൻ പുറത്തേക്ക് പോയി എന്ന് ഉറപ്പ് വരുത്തി കഴിയുമ്പോൾ അമ്മ പോക്കറ്റിൽ രക്ഷപ്പെടുത്തി കണ്ണു തുടച്ചു. കുറെ നേരത്തെ ഈ അമ്മയ്ക്ക് നിയന്ത്രിക്കാൻ സാധിച്ചില്ല. അപ്പോൾ പൊട്ടിക്കരഞ്ഞു. അപ്പോഴത്തേക്കും മോൻ എങ്ങനെ ഓടി തിരിച്ചു വന്നു. മോനെ അമ്മയുടെ ഭാവം കണ്ടപ്പോൾ മോൻ ചോദിച്ചു, വാട്ട് ഈസ് ഇറ്റ്, വാട്ട് ഈസ് ദി ലെറ്റർ? ടീച്ചർ ഈസ് സേയിങ് ദാറ്റ് you are so bright, so brilliant, so they are unable to teach you there in that particular school. You need a special school, an important school, much higher than this normal one. Okay, which is that school? Okay, we will find out something for you, a unique school, something very grand one. Okay. അവനെന്തോ മനസ്സിലായി. അവൻ്റെ വലിയ കഴിവുകൊണ്ട് അവനെ അതിനേക്കാൾ വലിയ സ്കൂളിലേക്ക് വിടാനാണ് ടീച്ചർ റെക്കമെൻഡ് ചെയ്യുന്നതൊക്കെ വിശ്വസിച്ചവൻ. അതുപോലെ ആ വിശ്വാസത്തിൻ്റെ മോൻ പുതിയ സ്കൂളിലേക്ക് അവരെ ചേർത്തു. പഠിച്ചു, മിടുക്കനായി. ഇലക്ട്രിക് ബൾബ് മുതൽ അവൻ കണ്ടെത്തിയ കണ്ടുപിടുത്തങ്ങൾ 100,000 നമുക്കറിയാം. ഒരു ദിവസം അവൻ്റെ വലിയ ലൈബ്രറിയിൽ ബുക്കുകൾ ഇങ്ങനെ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ബുക്ക് പെട്ടെന്ന് മറിച്ചപ്പോൾ ഒരു ലെറ്റർ കണ്ടു. ആ ലെറ്റർ അവൻ വായിച്ചു. എഴുതിയിരിക്കുകയാണ്, വർഷങ്ങൾക്ക് മുമ്പ് ടീച്ചർ കൊടുത്തുവിട്ട കത്താണ് അതിനകത്ത്. ആ കത്തിൻ്റെ ഫസ്റ്റ് സെന്റൻസ് ആയിരുന്നു, യുവർ ചൈൽഡ് ആൽബ ഇസ് എ ഡൾ ഗായ്. വി cannot teach him, so take him to some other school. He's a stupid that guy, take away to some other school. പ്രിയപ്പെട്ടവരെ, ആ ഒരു ക്രൈസിസ് ആ ബുദ്ധിമതിയായ അമ്മ എങ്ങനെ തരണം ചെയ്തു?
രാത്രി അപ്പൻ വന്നു. അപ്പനോട് കഥ പറഞ്ഞു. രണ്ടുപേരും മുട്ടുകുത്തി കൈവിരിച്ചു വെച്ച് പ്രാർത്ഥിച്ചു, തമ്പുരാനെ ആ മോനെ പറ്റിയൊരു സ്കൂൾ കിട്ടണേ. അന്ന് മുതൽ അപ്പനും അമ്മയും ഈ മോന് വേണ്ടി ഇടപെടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, മോൻ്റെ വിജയത്തിന് വേണ്ടി. പ്രിയപ്പെട്ടവരെ, ആ പേരൻസിൻ്റെ വിശ്വാസനിഷ്ഠിതമായ പ്രാർത്ഥനയും മാതൃപരമായ ബുദ്ധിപൂർവമായ സമയബന്ധിതമായ ഇടപെടൽ വഴിയായിട്ട് ശാസ്ത്രലോകത്തിന് വലിയൊരു വ്യക്തിയെ കിട്ടി. പ്രിയപ്പെട്ടവരെ, ആത്മീയ തലത്തിലായാലും ഭൗതിക തലത്തിലായാലും നമ്മുടെ മക്കൾ വളരണമെങ്കിൽ പാരൻസിൻ്റെ സഹകരണം വേണം, മാതൃക വേണം, പ്രചോദനം വേണം, പ്രോത്സാഹനം വേണം. അതിനേക്കാളേറെ ഉള്ളിൻ്റെ പ്രാർത്ഥന വേണം. ഞാനീ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതുപോലത്തെ മക്കൾ നമുക്കൊക്കെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മുടെ മുമ്പിലിരിക്കുന്ന ഇവർ വളർത്തിവിടുന്ന മക്കളെ പോലെ നമ്മുടെ മക്കൾ വളരട്ടെ. ഇവിടെ എനിക്കറിയാം, ഒത്തിരി മക്കളെ എനിക്കറിയാം, നല്ല മക്കളാണ്, ഇനിയും വളരട്ടെ അവർ. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ മക്കളെല്ലാം ഉന്നതരായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ നാട്ടിലേക്ക് വന്നിരിക്കുന്നത് ആ മക്കളെ ഉന്നതരാക്കാണ്, വലിയവരാക്കാനാണ്. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുൻപിൽ ഈശോ വളർന്നവരെ ജ്ഞാനത്തിനും പ്രായത്തിനും വളർത്താൻ വേണ്ടിയിട്ട് നമുക്ക് കൈകോർക്കാം. നല്ല ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി നിങ്ങൾ എല്ലാവരുടെയും പേരിൽ, ഇടവകയുടെ പേരിൽ ഇന്ന് സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ഈ രണ്ട് ദമ്പതികൾക്ക് ഇവരെ മാത്രം എനിക്ക് മോശപ്പെട്ട ഭാര്യമാരെ കൊടുത്തിട്ടല്ലായിരുന്നു. അവരൊന്ന് വിളിച്ചത് പ്ലീസ്, ഒന്ന് വിളിച്ചത്. മോശമല്ല, രണ്ട് ഭാര്യമാരെ ഇവിടെ സ്റ്റേജിലേക്ക് വരണം. ജോബി എവിടെ ഇല്ലേ? പരിപാടി ഉണ്ടാക്കി കഴിയുന്നില്ലേ? വണ്ടി വന്നേ. ഒന്ന് കൈയടിക്കാൻ വേണ്ടി അവരത് കണ്ടത്. എവിടെ വന്നോ? വന്നിട്ടില്ലെങ്കിൽ വേണ്ട, എന്തില്ല സാരം. അപ്പൊ എല്ലാവരുടെയും പേരിൽ എല്ലാവരുടെയും പേരിൽ ഒരിക്കൽ കൂടി സിൽവറിലൂടെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന്റെ എല്ലാ മംഗളങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നല്ല ദൈവം എല്ലാവരും അനുഗ്രഹിക്കും.